ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം നമ്മൾ വായിച്ച് ധ്യാനിക്കുകയാണ്. പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ 3 മക്കൾ ശേം, ഹാം, യാഫേത്ത്. ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലേക്ക് വ്യാപിച്ചത്. നിങ്ങൾ വർദ്ധിച്ചു വരികയെന്നുള്ള ദൈവത്തിൻ്റെ ആ അനുഗ്രഹം അവർക്ക് ലഭിക്കുകയും അവർ മുഖാന്തരം പുതിയ ഭൂമിയിൽ ഈ ജനതകൾ മുഴുവൻ വർദ്ധിക്കുവാൻ കാരണമായിട്ട് തീരുകയും ചെയ്യുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയിരുന്നു, വംശാവലി അവർക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പം വംശങ്ങളുടെ പട്ടിക, ഇസ്രായേലികളുടെ ഒരു സാർവത്രികമായ വീക്ഷണം ഇവിടെ കാണാൻ പറ്റും. അത് അവിടെ വംശാവലിയെ ബന്ധിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പം നമുക്കിനി 12-ാം അധ്യായം മുതൽ അബ്രഹാമിനെ സകല ജാതികൾക്കും വേണ്ടി ദൈവം വിളിക്കുന്നതായി നമുക്ക് കാണാം. അവരുടെ ഉത്ഭവം ഇവിടെ വിവരിക്കുകയാണ്. അവരെല്ലാവരും ഈ പ്രളയകഥയിലെ നോഹയുടെ സന്തതികളാണ്. അപ്പം നോഹയുടെ സ്വാഭാവികമായ സന്താന വർധനവിൻ്റെ പട്ടിക ഇവിടെ കൊടുത്തിരിക്കുന്നു. നോഹയുടെ സന്തതികളെ 3ആയി തരംതിരിക്കുന്നതാണ് ഇവിടെ പ്രാധാന്യമർഹിക്കുന്നതായ വസ്തുത. ഇത് പുരാതനമായ ഇസ്രായേലിന് പരിചിതമായിരുന്ന രീതിയിൽ രാഷ്ട്രീയവും ഭൂമിശാസ്ത്രപരവുമായ ഒരു തരംതിരിക്കലാണ്. ഹാമ്യർ ഇസ്രായേലിൻ്റെ തെക്ക് ഈജിപ്തിൽ പാർത്തിരുന്നു. ഹാമിൻ്റെ മക്കൾ, യാഫേത്തിൻ്റെ മക്കൾ വടക്കും പടിഞ്ഞാറും പ്രധാനമായും ഇൻഡോ ആര്യൻ ഗ്രൂപ്പാണ്. ശേമിൻ്റെ സന്തതി സിറിയ, പാലസ്തീൻ, മെസപ്പൊത്തോമിയ, അതിനു ചുറ്റുമുള്ള നാടുകളിലും വ്യാപരിക്കുന്നതായി നമ്മൾ കാണുന്നു. ഈ ശേമിൻ്റെ ആ പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മുടെ കർത്താവ് മനുഷ്യാവതാരം ചെയ്തത്. ഈ ഒരു പട്ടിക ഇവിടെ രേഖപ്പെടുത്തുന്ന കാലയളവിൽ അന്ന് നിലവിലിരുന്ന ആ അറിവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണത്. എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതിന് മുൻപ് നിലവിലിരുന്ന പ്രകാരമാണ് ഇവിടെ ഈ പട്ടിക ഇവിടെ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെക്കുറിച്ചോ അവരുടെ രക്തബന്ധമുള്ള അയൽക്കാരായ ഏതോ അഥവാ ഏശാവിൻ്റെ സന്തതികളെക്കുറിച്ചോ അമ്മോന്യരെക്കുറിച്ചോ മോവാബിയരെക്കുറിച്ചോ മറ്റ് വംശങ്ങളെക്കുറിച്ചോ ഈ പട്ടികയിലൊന്നും നമ്മൾ കാണുന്നില്ല. ഈ വംശങ്ങളെയൊക്കെ ഭരിക്കാൻ പോകുന്ന ഇസ്രായേൽ അന്ന് ഭൂമിയിൽ ഉളവായിട്ടില്ല. അവർ വാസ്തവത്തിൽ ചരിത്രഗർഭത്തിൽ അവരന്ന് അവിടെ കുടികൊള്ളുന്നതേ ഉള്ളൂ. ഇനിയും നമ്മൾ ഈ പട്ടിക വായിക്കുമ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് നിമ്രോദ്. ഈ നിമ്രോദ് ഈ ഭൂമിയിൽ ജനിക്കുന്നത് നോഹയാൽ ശപിക്കപ്പെട്ട ഹാമിൻ്റെ മകൻ കനാന്റെ വംശപാരമ്പര്യത്തിൽ നിന്നാണ്. അവൻ വലിയ ഒരു നായാട്ട് വീരനായിരുന്നു അന്നത്തെ ലോകത്ത്. അവൻ്റെ രാജ്യം അല്ലെങ്കിൽ അവൻ പണിത പട്ടണമായി ബാബേല്, അതുപോലെ തന്നെ നിനുവ, അങ്ങനെ കുറേ പട്ടണങ്ങൾ അവൻ പണിയുകയും അങ്ങനെ ആ സമൂഹത്തിൽ അന്നത്തെ ആ ജനതയിൽ ഏറ്റവും വലിയ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ്. ഈ നിമ്രോദാണ് വാസ്തവത്തിൽ പിന്നീട് ബാബേൽ കോട്ട പണിയുവാൻ ജനത്തെ ഒന്നിപ്പിക്കുന്നതും അല്ല വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ബാബിലോൺ സംവിധാനം, ആ സംവിധാനത്തിൻ്റെ
നായകനാണ് ഈ നിമ്രോദ് എന്ന് പറയുന്ന വ്യക്തി. അവൻ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഒരു നിഴലാണ്. അവൻ്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ബാബേലാണ് അവൻ്റെ പ്രദേശം. നമ്മളിനി മുന്നോട്ട് ചെല്ലുമ്പോൾ ബാബിലോൺ സംവിധാനങ്ങളെ നമ്മൾ കാണും. നിമ്രോദ് ഒരിക്കലും ഒരു നിരീശ്വരവാദി ആയിരുന്നില്ല. അവനൊരു നായാട്ട് വീരനായിരുന്നു നമ്മൾ കാണുന്നു. അന്നത്തെ കാലത്ത് നമ്മൾ കണ്ടല്ലോ, മനുഷ്യൻ പെട്ടകത്തിൽ ഇറങ്ങിയതിന് ശേഷം മൃഗങ്ങളെ ഭക്ഷിക്കുവാനുള്ള അവകാശം അവന് കൊടുത്തപ്പോൾ മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ ശത്രുതയിലായി. പല മൃഗങ്ങളും മനുഷ്യനെ കൊല്ലുന്ന സാഹചര്യത്തിൽ ആ മൃഗങ്ങളെയൊക്കെ കൊന്ന് മനുഷ്യൻ്റെ ജീവൻ അവൻ സംരക്ഷിച്ച്, അങ്ങനെയായിരിക്കണം ആ സമൂഹത്തിൽ അവൻ വലിയ അംഗീകാരം ലഭിക്കാൻ കാരണമായിട്ട് തീർന്നത്. നിമ്രോദ് ഒരിക്കലും ഒരു നിരീശ്വരവാദിയായിരുന്നില്ല. അവനും കായനെ പോലെ ഒരു മതഭക്തനാണ്, പക്ഷേ ആത്മീയനല്ല. മതഭക്തിയും ആത്മീയതയും രണ്ടും രണ്ടാണ്. ഇന്നെല്ലാ മതങ്ങളിലും ആത്മീയതയേക്കാൾ കൂടുതൽ ശക്തിപ്പെടുന്നത് മതഭക്തിയാണ്. ആ മതഭക്തിയാണ് മത തീവ്രവാദത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും മറ്റുള്ളവരെ കൊന്നിട്ടായാലും എൻ്റെ മതത്തെ വളർത്തണമെന്ന ആഗ്രഹത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് മതഭക്തിയാണ്. അത് പൈശാചികമാണ്. ആത്മീയത എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ്. അന്നത്തെ കാലത്ത് ദൈവത്തെങ്കിലേക്ക് ജനത്തെ നടത്തുന്നു എന്ന രീതിയിൽ അവർക്ക് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ് ഈ നിമ്രോദ്. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ബാബിലോണിൻ്റെ സംവിധാനം പ്രവർത്തിക്കുന്നു അങ്ങനെ തന്നെയാണ്. ഈ ബാബേൽ അഥവാ ബാബിലോൺ എന്ന് പറയുന്നതും ഒരു മത സംവിധാനമാണ്. അതോടൊപ്പം അതൊരു വലിയ സാമ്പത്തിക സംവിധാനവുമാണ്. പണവും ദൈവിക ശുശ്രൂഷയും ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് ബാബേൽ സംവിധാനമാകുന്നത്. അങ്ങനെയാണ് പല ആളുകളും ചതിക്കപ്പെടുന്നതും. അവർ ദൈവവേലയാണ് ചെയ്യുന്നതെന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ അത് ധനസമ്പാദനത്തിനുള്ള മാർഗം കൂടിയായതിനാൽ എല്ലാ ആളുകളും അതിലേക്കാണ് കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. അപ്പം അത് മുഖാന്തരം അവർക്ക് പ്രശസ്തി നേടാനും സാധിക്കും. ഇന്നത്തെ ക്രൈസ്തവ സമൂഹം അങ്ങനെ ആയിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ ജനങ്ങൾ ദൈവവേലയ്ക്ക് നൽകുന്ന പണം ഉപയോഗിച്ച് ആഡംബരമായ കാറും വലിയ വീടും അങ്ങനെ ജീവിത സൗകര്യങ്ങളൊക്കെ സ്വന്തമാക്കുന്ന ധാരാളം ശുശ്രൂഷകരെ നമുക്കിന്ന് ലോകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ ആർക്കും വാസ്തവത്തിൽ യേശുക്രിസ്തുവിനോടോ അപ്പസ്തോലന്മാരോടോ യാതൊരു ബന്ധവുമില്ല. വലിയ സിനിമാ താരങ്ങളെ പോലെ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നു. നമ്മൾ ആരെയും വിധിക്കാൻ വേണ്ടി പറയുന്നതല്ലിത്. എന്നാൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അത് വളരെ ശ്രദ്ധിക്കണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. പണവും പ്രശസ്തിയും അധികാരവും ഒക്കെ തരുന്ന ക്രിസ്തീയ മതം തീർച്ചയായും ബാബിലോൺ സംവിധാനമാണ്. ജനങ്ങൾക്ക് ദൈവത്തെങ്കിലേക്കുള്ള കവാടം ഞങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ വാസ്തവത്തിൽ അവർ ജനത്തെ നരകത്തിലേക്കാണ് കൊണ്ടുപോവുക. ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവാണ് യെരുശലേം സംവിധാനത്തിൻ്റെ തുടക്കക്കാരൻ. ഈ നിമ്രോദ് ബാബേൽ സംവിധാനത്തിൻ്റെ രണ്ട് സംവിധാനമാണ് വേദപുസ്തകത്തിൽ ഇനി അവസാനം വരുന്ന കാണാൻ പറ്റുന്നത്. ഒന്ന് ബാബേൽ സംവിധാനം, ദൈവത്തെ കൂടാതെയുള്ള ആ ആത്മീയ പ്രവർത്തനം. ദൈവത്തിൻ്റെ പേരാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. അതാണ് ബാബേൽ സംവിധാനം. മറ്റേത് യെരുശലേം സംവിധാനമാണ്. അതിൻ്റെ നായകൻ, അതിൻ്റെ ആരംഭം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലാണ്. അപ്പോൾ ഭാവിയിൽ ഇനി ഉദിച്ചു വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിൻ്റെ ഒരു മാതൃകയാണ് നിമ്രോദിൽ നമ്മളിവിടെ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ എല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്.
ഈ ഭൂമിയിൽ എല്ലാവരും ആകർഷിക്കപ്പെടുന്നത് ബാബേൽ സംവിധാനത്തിലാണ്. നിമ്രോദിനെ പോലെ ഭൗതികമായ എല്ലാ സംരക്ഷണവും നമുക്ക് നൽകുന്ന, ഭൗതികമായ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ സംവിധാനമാണത്. അതിന് നമ്മൾ വിധേയപ്പെട്ട് കഴിഞ്ഞാൽ ആത്മീയതയെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ യഥാർത്ഥ ആത്മീയരാവുകയില്ല. കാരണം ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ദൈവ രാജ്യത്തിൻ്റെ ആഗ്രഹങ്ങളും ഒന്നിച്ചു ചേർന്ന് പോവുക അസാധ്യമാണ്. നമ്മുടെ അപ്പോസ്തലന്മാരുടെയൊക്കെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടതകളും മരണം വരെയും ഈ ലോകം മുഖാന്തരം അവർക്കുണ്ടാവേണ്ട സാഹചര്യം വന്നു എന്ന് നമുക്കറിയാം. ലോകമാണ് അവരെ ക്രൂശിക്കുകയും അവരെ കൊല്ലുകയും ചെയ്തത്. ഈ 10-ാം അധ്യായത്തിൽ ഏകദേശം 70 രാഷ്ട്രങ്ങളെ നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ ഏകദേശം 70 രാഷ്ട്രങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും. യാഫേത്തിന്റെ വംശം, ഹാമിന്റെ വംശം, ശേമിന്റെ വംശം. ശേമിന്റെ ആ വംശത്തിൽ നിന്നാണ് നമ്മുടെ കർത്താവിൻ്റെ ആഗമനവും നിത്യജീവന്റെ ആ ഒരു തലമുറ ഇനി ഉണ്ടാകാൻ പോകുന്നത് അവിടെ നിന്നാണ്. ആ ഹാമിന്റെ വംശാവലിയിൽപ്പെട്ടവരൊക്കെ ഇനി ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ അവർക്ക് വലിയ ഒരു തലവേദനയാകും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഹാമിന്റെ വംശപാരമ്പര്യത്തിൽ വരുന്ന അബ്രാഹാമിന്റെ വിശ്വാസവും അതിലൂടെ കാലത്തേക്ക് വരും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവിൻ്റെ ആ മനുഷ്യാവതാരവും കർത്താവിൻ്റെ പഠിപ്പിക്കലും ഒക്കെ സ്വീകരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ ആധ്യാത്മികതയിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നിമ്രോദിനെ പോലെ ഉള്ള ആ സംവിധാനത്തെ, ബാബേലിൻ്റെ സംവിധാനത്തെ നമുക്ക് തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാകണം. അപ്പം അതിനെ അവഗണിച്ചുകൊണ്ട് ദൈവികമായ ആ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.